എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ മനോരമ ദിനപത്ര ശില്പികളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ്. ഈ ഇടയ്ക്കായി കാണാൻ സാധിച്ചത് ഈ മനോരമ പത്രത്തിൽ സാധാരണ വരാറുള്ള ഈ ലോട്ടറി റിസൾട്ട്, കേരള ലോട്ടറി റിസൾട്ട് ഈ ഇടയ്ക്ക് കാണുന്നില്ല. എന്താ കാരണമൊന്നും അറിയില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പ്രധാന കാരണങ്ങൾ, ഈ രാവിലെ വളരെ നിർധനരായവർ, പലർക്കും ശരിക്ക് നടക്കാൻ വരെ സാധിക്കാത്ത ആൾക്കാർ, പലരും വികലാംഗർ, ഇവരൊക്കെ കയ്യിൽ കുറച്ച് ടിക്കറ്റുമായി റോഡിൻ്റെ പല ഭാഗം നിൽക്കുകയും ഈവൻ അവർ കിലോമീറ്ററുകൾ വരെ നടക്കുകയും ചെയ്ത് അവർ ഒരു ടിക്കറ്റ് വയ്ക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത് കേവലം 5 രൂപ. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിൽ പലരും ഇവരുടെ ആ നിസ്സഹായ അവസ്ഥ കണ്ടുകൊണ്ട് മാത്രമാണ് ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്നത്. അതൊരു കൂട്ടർ. മറ്റൊരു കൂട്ടരുണ്ട്, അവർ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ഈ ലോട്ടറിയുടെ ഒരു വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഈ നിർധനരായ രോഗികൾക്ക് വേണ്ടി ഈ മാറ്റിവെച്ചിരിക്കുകയാണ്. അത് രോഗികൾക്ക് അതുകൊണ്ടൊരു നല്ലൊരു സഹായമുള്ളതാണ്. അത് നമുക്ക് ഈ KM മാണി അദ്ദേഹത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് ഈ പാവം പിടിച്ചവർക്ക്. അതുകൊണ്ട് കാരുണ്യ ലോട്ടറി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതൊക്കെ ഏതാണ്ട് അതായിരുന്നു. നമുക്കറിയാം, ഈ മനോരമ ആദ്യകാലങ്ങളിൽ മനോരമയുടെ ശരിക്കുള്ള യഥാർത്ഥ ശില്പികൾ, അവർ ഏറ്റവും കൂടുതൽ ഈ മനോരമയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പൊതുജനങ്ങളുടെ കാര്യങ്ങൾ, പൊതുജനങ്ങളുടെ പലതും ശ്രദ്ധയിൽ കൊണ്ട് വരുത്തുകയായിരുന്നു അവരുടെ ആ പത്രധർമ്മം. അതുതന്നെയാണ്. എന്നാൽ അത് ഈയിടയ്ക്ക് ഇല്ലെന്ന് പറയുന്നത്, ഈയിടയ്ക്കും ചില കാര്യങ്ങളിൽ മനോരമ ഊന്നൽ കൊടുക്കാറുണ്ട്. എന്നാൽ ഇത് എന്താ സംഭവിച്ചതെന്നറിയില്ല. കാരണം ഈ വഴിയോരം നടക്കുന്നവർ, ഈ ലോട്ടറി വാങ്ങുന്ന പലരും മനോരമ പത്രം വായിക്കുന്നവരായിരിക്കും. നമുക്കറിയാം, ഇപ്പോൾ ഈ പ്രിൻറ്റിംഗ് മീഡിയയ്ക്കും മനോരമ ഈവൻ പത്രം കൂടുതൽ വായിക്കുന്ന ആൾക്കാർ കുറഞ്ഞു വരികയാണ്. അത് മാനേജ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുള്ളതാണ്. പ്രിൻ്റ് മീഡിയക്കാർ എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. ഇത് തുറന്നൊരു സത്യമാണ്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ചില മനോരമ, നമ്മൾ പത്രങ്ങൾ എടുക്കുമ്പോൾ മനോരമയിൽ ആദ്യമായി എന്താണ് ഒരു പ്രധാന വാർത്തകൾ നോക്കുമ്പോൾ ആ പത്രം തുറന്നു വലിയ മൾട്ടിനാഷണൽ കമ്പനികളുടെ പരസ്യമാണ്, സൂപ്പർ മാർക്കറ്റ്, ഇവരുടെയൊക്കെ പരസ്യങ്ങളാണ്. അതിപ്പോൾ അവരെ തെറ്റൊന്നും പറയാൻ പാടില്ല. പത്രം ഇതിന് നിലനിൽപ്പ് വേണമെങ്കിൽ പത്രത്തിൻ്റെ പേരിലും കുറച്ചധികം ആൾക്കാർ, ജീവനക്കാരുണ്ട്. അവർക്ക് ശമ്പളം ഒക്കെ കൊടുക്കണമെങ്കിൽ അത് പരസ്യമില്ലാതെ പറ്റില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രായം പരസ്യത്തിനുമാണ്. ഓക്കെ, ദാറ്റ്സ് ഓക്കെ, അതിൽ നമുക്കൊന്നും തെറ്റു പറയാൻ പറ്റില്ല. എന്നാൽ ഈ പാവം പിടിച്ച ഈ പട്ടിണി പാവങ്ങൾ, അവർക്കൊന്ന് റിസൾട്ട് അറിയാൻ വേണ്ടി അവർ പിന്നെ എവിടെയെങ്കിലും പോയി ഈ ടിക്കറ്റ് വാങ്ങുന്നിരുന്ന്, അതായത് അവരിന്നിപ്പോൾ രാവിലെ വിൽക്കേണ്ട ടിക്കറ്റ് ഇന്നലെ വാങ്ങിയിരിക്കും. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് അറിയണമെങ്കിൽ അവർ ഒരു ഷോപ്പിൽ പോയി ഒരു 5 രൂപ 10 രൂപ എടുത്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഈ നടന്നു പോട്ടത്, അത് അവർക്ക് സ്ട്രെയിനാണ്. ആരെങ്കിലും ചോദിക്കാതെ തുറന്ന് വായിക്കുക. അറ്റ്ലീസ്റ്റ് ഈ ലോട്ടറി ചെയ്യുന്നവർക്കെങ്കിൽ അറിയാൻ പറ്റും അവർ വിറ്റ ലോട്ടറിയിൽ എന്തെങ്കിലും പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് എന്തോ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകും എന്നാണ് എൻ്റെ അറിവ്. എനിക്ക് വ്യക്തമായി അറിയില്ല. എങ്കിലും മനോരമ ചെയ്യേണ്ട ഒരു പ്രധാന കാരണം, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ലോട്ടറി റിസൾട്ട് ഇടാത്തതെന്ന് അറിയില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ ഈ പരസ്യമായിട്ടുള്ള സാമ്പത്തിക ഇടപാട്, നിങ്ങൾ ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, 100% അതുകൊണ്ട് മാത്രം തന്നെയാണ് ആ റിസൾട്ട് നിങ്ങളുടെ പത്രത്തിൽ വരാത്തത്. കാരണം മറ്റു പത്രങ്ങളെ റിസൾട്ട് വരുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് ലാഭം ഉണ്ടായില്ലായിരിക്കും, പക്ഷേ പാവം പിടിച്ചവർക്ക് അതൊരു സപ്പോർട്ടായിരിക്കും. പാവം ഈ ടിക്കറ്റും കൊണ്ട് നടക്കുന്നവർക്ക് പറയാൻ പറ്റും, ഞാൻ വിറ്റ ടിക്കറ്റിന് ഒരു സമ്മാനം കിട്ടിയെന്ന് അവർക്ക് മറ്റുള്ളവരോട് പറഞ്ഞാൽ അത് അവരുടെ ആ ബിസിനസ് പ്രൊമോഷന് ഒരു സഹായകരമായിരിക്കും. ഇതൊരു മനോരമ സംബന്ധിച്ചൊരു കുഞ്ഞു കാര്യമാണ്. പക്ഷേ ഇതൊരു വലിയ കാര്യമായി കാണുന്ന പലരും ഉണ്ട്. കാരണം ഏറ്റവും കൂടുതൽ എന്താ പറയുക, സർക്കുലേഷൻ ഉള്ളത് മനോരമയ്ക്കാണല്ലോ. ആ സർക്കുലേഷൻ്റെ ആ ഇതിൽ വെച്ച് നമ്മൾ അതിനെ കുറച്ച്, നിങ്ങൾ എത്ര കണ്ട് നിങ്ങൾക്ക് സർക്കുലേഷൻ ഉണ്ടോ, എത്രയും കൂടുന്നുണ്ടോ
അതിൻ്റേതായ ഒരു ധാർമ്മികതയുണ്ട്. ഇങ്ങനെയുള്ള പരസ്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടാത്ത പരസ്യമായിരിക്കാം, ചിലപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും, പക്ഷേ നിങ്ങൾക്കതിൽ പേജ് കണ്ടെത്താൻ പറ്റിയില്ലായിരിക്കും. പക്ഷേ ഇത് പബ്ലിക്കിനൊന്ന് അറിയിക്കുന്ന നന്നായിരിക്കും. അറിയാൻ പബ്ലിക്കിനൊരാഗ്രഹമുണ്ട്. എന്നോട് പലരും പറഞ്ഞു, ഈയിടയ്ക്കായി എന്നോട് പലരും ഫോണിൽ കൂടെ ബന്ധപ്പെട്ടു, ഈയിടയ്ക്കായി ഞങ്ങൾക്ക് ഈ ലോട്ടറി ടിക്കറ്റിൻ്റെ റിസൾട്ട് മനോരമയിൽ നിന്ന് കിട്ടിക്കൊണ്ടത് ഇപ്പോൾ അത് കിട്ടുന്നില്ല. വളരെ ദുഃഖകരമായിട്ടാണ് അവർ സംസാരിച്ചത്. അതുകൊണ്ട് ഈ മനോരമ ആൾക്കാരോടൊന്ന് പറയാനുള്ളത്, ഇതെന്താണ് ഇതിന് ഒരു പ്രതിവിധി കണ്ടെത്തുക. അതിന് ഒരു പബ്ലിക് ആവശ്യമാണത്. അതിനെ കണ്ട് എനിക്ക് വേണ്ട എന്താ പറയുക, എന്ത് തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറ്റി ആ റിസൾട്ട് മനോരമയിൽ ഒന്ന് പബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചാലും. ഒരു റിക്വസ്റ്റാണ്, നമുക്ക് അങ്ങനെ ഫോഴ്സ് ചെയ്ത് പറയാനൊന്നും പറ്റില്ല. നിങ്ങളൊക്കെ ഒത്തിരി ചാരിറ്റി പ്രവർത്തനമൊക്കെ ചെയ്യുന്നതാണ് എന്നാണ് എൻ്റെ അറിവ്. പക്ഷെ മുൻകാലങ്ങളിൽ ഒത്തിരി ഉണ്ടായിരുന്നു. അതുതന്നെയായിരുന്നു ഈ മനോരമയുടെ ഇന്നത്തെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനം. അവരുടെ ആ ദീർഘവീക്ഷണമായിരുന്നു. അവരെ ഐ ഹോപ്സ് ആ ശില്പികളെ ഒന്ന് ഓർക്കുന്നില്ല എന്ന് പറയുന്നില്ല, ബട്ട് പോരാ, അത്ര പോരാ. അതിൻ്റെ ചെറിയൊരു സൂചനകളാണ് ഈ പാവം പിടിച്ചവർക്ക് വായിച്ചറിയേണ്ട ഒരു റിസൾട്ട് വരെ അതിൽ കൊടുക്കാത്തത്. സോ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാകും എന്ന്. ഇനി നിങ്ങളും ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റുമായി എന്താ ബുദ്ധിമുട്ടുണ്ടായെന്നും അതും അറിയില്ല. അത് നിങ്ങൾ പബ്ലിക്കിൽ അറിയിക്കുന്ന ഒന്ന് നന്നായിരിക്കും, പബ്ലിക്കും അറിയട്ടെ. അതല്ലെങ്കിൽ ആ ബ്ലെയിം മനോരമയുടെ പേരിലായിരിക്കും ഉണ്ടാകുക. അതിനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചാലും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിൽ. നല്ലത് വരട്ടെ എന്ന് നേരുന്നു. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.